Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും രക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ കൃപയും സമാധാനവും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു അനുഭവം ശ്രദ്ധിച്ച് ഇന്നത്തെ വചന ശുശ്രൂഷകളിലേക്ക് നമുക്ക് പെട്ടെന്ന് പ്രവേശിക്കാം. എൻ്റെ പേര് ഡിനു. ഇത് എൻ്റെ ഇളയ മോനാണ്. പേര് കാൽവിൻ. ഞങ്ങൾ ഓസ്ട്രേലിയയിൽ നിന്നാണ് വരുന്നത്. ഞങ്ങൾ ഈ സാക്ഷ്യം പറയാൻ വേണ്ടി മാത്രമായിട്ട് ഇപ്പോൾ ഓസ്ട്രേലിയയിൽ നിന്ന് ഞങ്ങൾ കുടുംബസമേതം വന്നതാണ്. ഇവൻ ഒരു 2 വയസ്സാകുന്നോടം വരെ ഇവൻ അങ്ങനെയൊന്നും സംസാരിക്കുന്നില്ലായിരുന്നു. ഉള്ളി കപ്പിൾ ഓഫ് വേർഡ്സാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞങ്ങൾക്കത് ഭയങ്കര സ്ട്രെസ്സായിരുന്നു. അപ്പം ഞങ്ങളിങ്ങനെ അഭിഷേകാഗ്നി കണ്ട് പ്രാർത്ഥിക്കുകയും യേശുനാമത്തിൻ്റെ അത്ഭുത ശക്തിയുള്ള ബുക്ക് വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ അതുപോലെ ഞങ്ങൾ മെൽബണിലായിരുന്നു. അപ്പം വട്ടായിലച്ഛൻ അവിടെ ഒരു അഭിഷേകാഗ്നി കൺവെൻഷന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കുകയും അച്ഛൻ്റെ ധ്യാനത്തിനിടയിൽ സ്തുതിപ്പിനിടയിൽ അച്ഛൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, സംസാരശേഷി കുറവുള്ള 2 പിള്ളേർക്ക് ദൈവം ആ തടസ്സം മാറ്റി കൊടുക്കുന്നെന്ന്. അപ്പം ഞങ്ങളത് ഞങ്ങളുടെ കാൽവിനാണെന്ന് ഞങ്ങൾ അടിയുറച്ച് വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ അന്ന് അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു. അപ്പോൾ അച്ഛൻ അവൻ്റെ തലയെ തൊട്ട് പറഞ്ഞു, ഇവൻ സംസാരിച്ചോളും, നീ സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു. അങ്ങനെ അന്നേരം മുതൽ ഞങ്ങൾ നന്നായിട്ട് വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ എൻ്റെ പപ്പ മിക്ക ആദ്യ വെള്ളിയാഴ്ച ഇവിടെ വരികയും ഇവന് വേണ്ടി ഒത്തിരി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ അച്ഛനെ കണ്ട് പപ്പ ഒരു പ്രാവശ്യം പ്രാർത്ഥിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, മോൻ സംസാരിച്ചോളൂ, അവൻ പാട്ടും പാടി നടന്നോളൂ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇവനിപ്പം നോൺ സ്റ്റോപ്പ് ടോക്കിംഗ് ആണ്. അതുപോലെ ഇപ്പം ഒത്തിരി പാട്ടൊക്കെ പാടി എല്ലാം സുഖമായി, ഒരു കുഴപ്പമില്ല. ഇവനോട് ഇപ്പം ഞങ്ങൾ പറയണം, ഒരു 2 മിനിറ്റ് നിനക്കൊന്ന് മിണ്ടാതിരിക്കാവോ എന്ന് ചോദിക്കണം. അതേപോലെ സംസാരം, സുഖമായ സംസാരം, സന്തോഷത്തോടുള്ള സംസാരം, ഇടയ്ക്ക് പാട്ടും പാടും, ഒത്തിരി പാട്ട് പാടും. അവന് ഇങ്ങനെ ഇവനിപ്പം ഓസ്ട്രേലിയയിൽ പ്രപ്പിലാണ്. ഇവനിപ്പം അവിടെ ഇംഗ്ലീഷാണ് സംസാരിക്കുന്നതെങ്കിൽ അവിടെ അവന് ബൈബിൾ കലോത്സവത്തിനൊക്കെ പാട്ടൊക്കെ പാടുകയൊക്കെ ചെയ്യും. എപ്പോഴും പാട്ടൊക്കെ പാടിക്കൊണ്ട് നടക്കും. കർത്താവ് ഈ കുടുംബത്തിന് വേണ്ടി നേരിട്ട് ഒരു പ്രകടമായൊരു മിറക്കിൾ, ഒരു അത്ഭുതം ചെയ്തു കൊടുത്തു. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. നമ്മൾ ഓഗസ്റ്റ് മാസത്തിലെ ആദ്യ ഞായറാഴ്ചത്തെ ശുശ്രൂഷയിലേക്ക് കർത്താവ് നമ്മൾ ഒരുമിച്ച് കൊണ്ടിരിക്കുകയാണ്. ഈ അനുഗ്രഹം പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം വരുമ്പോഴാണ് അത്ഭുതങ്ങൾ ഉണ്ടാകുന്നത്. പരിശുദ്ധാത്മ ശക്തി, ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങി വന്ന് ശരീരങ്ങളിൽ പ്രകടമായ അത്ഭുതങ്ങൾ ചെയ്യും. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് സാക്ഷ്യം പറഞ്ഞ ആ കുടുംബത്തിൽ അവരൊരു പ്രതിസന്ധി, ഒരു കൊച്ചിന് അവർക്ക് സംസാരമില്ല, അവർ സംസാരിക്കാൻ പറ്റുന്നില്ല മറ്റുള്ളവരെ പോലെ. സമയമായിട്ടും മറ്റുള്ള കുട്ടികളൊക്കെ സംസാരിക്കുന്ന സമയമായിട്ടും പ്രായമായിട്ടും കുട്ടി സംസാരിക്കുന്നില്ല. അവരെന്ത് ചെയ്തു? ദൈവത്തെ ആശ്രയിച്ചു. ദൈവത്തിൻ്റെ ആത്മാവ് ആ കുട്ടിയുടെ പ്രതിസന്ധിയിൽ ഇറങ്ങി വന്നു. ദൈവത്തിൻ്റെ ആത്മാവ് സ്പർശിച്ചു. മൂകൻ്റെ വാ സ്ഫുടമായി സംസാരിക്കാൻ തുടങ്ങി. നാവ് ആനന്ദഗീതം ആലപിക്കും എന്ന വചനം പൂർത്തിയാവുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ സമയം പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഇറങ്ങി വരെ പ്രാർത്ഥിക്കാം. കുട്ടികളോ മുതിർന്നവരൊക്കെ ഉണ്ടെങ്കിൽ, രോഗികളുണ്ടെങ്കിൽ അവരെല്ലാം ഒരുമിച്ച് കൊണ്ടുക. ചെറിയ കുട്ടികളെല്ലാം ഒരുമിച്ച് കൊണ്ടുക. എല്ലാ കുട്ടികളെ അച്ഛൻ പ്രത്യേകം ഇവിടുന്ന് അഭിവാദനം ചെയ്യുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, യുവതി വാക്കന്മാർ അച്ഛൻ പ്രത്യേകം അഭിവാദനം ചെയ്യുകയാണ്. യുവതി വാക്കന്മാർ, കുട്ടികൾ, പാരൻസ്, ഫാമിലി ഒന്നിച്ച് നിന്ന് കർത്താവിനെ ആരാധിക്കാൻ പോവുകയാണ്. പരിശുദ്ധാത്മാവിനെ വിളിച്ചപേക്ഷിക്കാം. നമുക്ക് പാട്ടുപാടി പരിശുദ്ധാത്മാവിൻ്റെ കൃപയ്ക്ക് വേണ്ടി ദാഹിച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വന്നു, മനുഷ്യർക്ക് മേൽ ആവസിച്ചു. ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വന്നു, മനുഷ്യർക്ക് മേൽ ആവസിച്ചു. നിറയണമേ നിറയണമേ പരിശുദ്ധാത്മാവേ, നിറയണമേ 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 പരിശുദ്ധാത്മാവേ, നിറയണമേ. എല്ലാ ദൈവമക്കളും ആഗ്രഹിക്കുക, ദൈവത്തിൻ്റെ കൃപ വരട്ടെ, അന്ധന്മാർ കാണട്ടെ, മുടന്തന്മാർ നടക്കട്ടെ, മൂകരുടെ നാവ് ആനന്ദഗീതം ആലപിക്കട്ടെ, രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ, പ്രകടമായ ദൈവശക്തി വെളിപ്പെടട്ടെ. ഗ്ലോറി ഗ്ലോറി. ബന്ധിതരെ അവിടുന്ന് മോചിപ്പിച്ചു, അന്ധരുടെ കണ്ണുകൾ തുറപ്പിച്ചല്ലോ.
കർത്താവേ. പണ്ഡിതരെ അവിടുന്ന് മോചിപ്പിച്ചു. പ്രാർത്ഥിക്കുന്നു. അന്ധരുടെ കണ്ണുകൾ തുറപ്പിച്ചല്ലോ. അടിമകൾ ക്രിസ്തുവിൽ സ്വതന്ത്രരായി പുതുവത്സരത്തിൽ സ്വരം മുഴങ്ങി. അടിമകൾ ക്രിസ്തുവിൽ സ്വതന്ത്രരായി പുതുവത്സരത്തിൽ സ്വരം മുഴങ്ങി. കൈകൾ ഉയർത്തി നിറയണമേ നിറയണമേ പരിശുദ്ധാത്മാവേ നിറയണമേ 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 പരിശുദ്ധാത്മാവേ നിറയണമേ. കൈകൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കുന്നു. ശക്തി ശരീരങ്ങളിലും സ്ഥാപനങ്ങളിലും അത്ഭുത ശക്തി തിന്മയെ ശാസിക്കുന്നു. പിണറെ ശാസിക്കുന്നു. രോഗപീഠകളെ ശാസിക്കുന്നു. രോഗങ്ങളെ വിട്ടുപോവുക. ശക്തിയിൽ വിട്ടുപോവുക. ശക്തിയിൽ വിട്ടുപോവുക. നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ നാമത്തിൽ ശാസിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു. അവിടുത്തെ നാമത്തിൽ ശാസിക്കുന്നു. അന്ധകാരമേ ബന്ധനങ്ങളെ യേശുനാമത്തിൽ വിട്ടുമാറുക. അന്ധകാരമേ ബന്ധനങ്ങളെ യേശുനാമത്തിൽ വിട്ടുമാറുക. നിറയണമേ പരിശുദ്ധാത്മാവേ നിറയണമേ 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 പരിശുദ്ധാത്മാവേ നിറയണമേ നിറയണമേ. കൈകൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കുന്നു. വർഷങ്ങളായി ബന്ധിക്കപ്പെടുന്ന ആത്മാക്കൾ വിടുതൽ പ്രാപിക്കേണ്ട കർത്താവേ. അനേക വർഷങ്ങളായി രോഗികളായിരിക്കുന്ന സൗഖ്യം പ്രാപിക്കേണ്ട കർത്താവേ. കുഞ്ഞുങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ. ബാലിക ബാലന്മാരുടെ മേലുള്ള രോഗബന്ധനങ്ങൾ അഴിയട്ടെ. സംസാരിക്കാൻ തടസ്സമുള്ള കുട്ടികൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് സ്ഫുടമായി സംസാരിക്കട്ടെ. കർത്താവായ യേശുവിന്റെ നാമത്തിൽ കുടുംബങ്ങൾക്ക് അത്ഭുതങ്ങൾ നടക്കട്ടെ. നടക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾ കൈകാലുകൾ ഇപ്പോൾ സൗഖ്യം പ്രാപിക്കട്ടെ. മുടന്തുള്ള ഭാഗങ്ങൾ സന്ധിബന്ധങ്ങൾ ശക്തി പ്രാപിച്ച് നന്നായി നടക്കട്ടെ. കാഴ്ചയില്ലാത്ത കണ്ണുകൾക്ക് ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ കാഴ്ചശക്തി ലഭിക്കട്ടെ. ക്യാൻസർ രോഗികൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. നട്ടല് സംബന്ധമായ രോഗപീഠയിൽ ഇരിക്കുന്നവർ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യം പ്രാപിക്കട്ടെ. തൊണ്ടയിലെ രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ അപ്രത്യക്ഷമാകട്ടെ. വഴക്കും കലഹമുള്ള ദമ്പതികൾ തമ്മിലുള്ള കലഹങ്ങൾ അവസാനിച്ച് സമാധാനം സംജാതമാകട്ടെ. പ്രാർത്ഥിക്കാനും വിശ്വസിക്കാനും ഒട്ടും പറ്റാത്തവരുടെ മേലുള്ള അന്ധകാര ബന്ധനം ഒഴിഞ്ഞ് വിശ്വാസം നിറയട്ടെ. ആരാധന Praise the Lord. Praise the Lord. Hallelujah. 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 എല്ലാവരും സീറ്റുകളിലേക്ക് ഇരിക്കുക. ഇന്ന്
ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ കുടുംബാംഗങ്ങളെയും കുട്ടികളെയും വിദ്യാർത്ഥിനികളെയും യുവതീയുവാക്കന്മാരെയും അച്ഛൻ ആബാ മൗണ്ടിൽ നിന്ന് യേശുവിൻ്റെ നാമത്തിൽ പ്രത്യേക അഭിവാദനം ചെയ്യുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ഓഗസ്റ്റ് മാസത്തിൽ 4-ാം തീയതി വിശുദ്ധ ജോൺ മരിയ വിയാനി പുണ്യവാളൻ്റെ തിരുനാൾ ആഘോഷിക്കുകയാണ്. വിശുദ്ധ ജോൺ മരിയ വിയാനി പുണ്യവാളൻ്റെ ജീവിതത്തിൽ അദ്ദേഹം വളർന്ന് ദൈവൈക്യത്തിലേക്ക് എത്തും തോറും അദ്ദേഹത്തിന് അനുഭവപ്പെട്ടുകൊണ്ടിരുന്ന ഏറ്റവും വലിയ ഒരു യാഥാർത്ഥ്യം അദ്ദേഹത്തിൻ്റെ തന്നെ ഉള്ളിലുള്ള നിസ്സാരതയാണ്, ഇല്ലായ്മയാണ്. അദ്ദേഹം പറഞ്ഞങ്ങനെയാണ്, എംപ്റ്റിനെസ് ആൻഡ് പ്രൈഡ് ഇൻ ഹ്യൂമൻ ഫോം. അദ്ദേഹം ഒരുപാട് പ്രാർത്ഥിക്കുകയും ദൈവത്തോട് ഐക്യത്തിലേക്ക് വരികയും ചെയ്തെങ്കിലും അദ്ദേഹത്തെക്കുറിച്ച് തന്നെ ചിന്തിക്കുന്നത് ഞാൻ എന്താണ്, ഞാൻ ഒന്നുമല്ല, ഞാൻ വിശുദ്ധിയല്ല, ഞാൻ ദൈവസ്നേഹമല്ല, ഞാൻ കർത്താവിൻ്റെ സമാധാനമല്ല, കർത്താവിൻ്റെ ആനന്ദമല്ല, കർത്താവിൻ്റെ സ്വഭാവമല്ല, എന്നിലുള്ളിലുള്ളത് ശൂന്യതയും അഹങ്കാരവും കട്ടപിടിച്ച് കിടക്കുകയാണ്. ശൂന്യതയും അഹങ്കാരവും മനുഷ്യരൂപം പ്രാപിച്ചു നിൽക്കുന്നതാണ് ഞാൻ എന്ന് പറഞ്ഞ് അദ്ദേഹം എന്നും രാത്രി കാലത്തിൽ വിലപിച്ച് കരയുമായിരുന്നു, കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ ബിഷപ്പ് അദ്ദേഹത്തെ സന്ദർശിക്കാൻ വേണ്ടി ഇടവക പള്ളിയിൽ വന്നിട്ട് ഇടവക്കാരോട് പറഞ്ഞു, നിങ്ങൾക്ക് നല്ലൊരു വികാരിച്ചനെയാണ് ദൈവം തന്നിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞെങ്കിലും ഇതെല്ലാം ഈ നന്മ കുറിച്ച് കേട്ടപ്പോൾ ഈ ജോൺ വിയാനി പുണ്യാളൻ എന്ന വികാരിയച്ഛന് ഭയങ്കര വിഷമായി. അദ്ദേഹം ആത്മാർത്ഥമായി ആ സങ്കീർത്തിയുടെ മൂലയിൽ പോയിരുന്ന് പിതാവ് പോയപ്പോൾ കരയാൻ തുടങ്ങി. അപ്പോൾ ആളുകൾ വന്ന് ചോദിച്ചു, പിതാവ് അച്ഛനെക്കുറിച്ച് കുറ്റമൊന്നും പറഞ്ഞില്ല, നല്ല കാര്യങ്ങളല്ല പറഞ്ഞത്, അച്ഛൻ എന്തിനാ വിഷമിക്കണത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞിങ്ങനെയാണ്, ഈവൻ മൈ ബിഷപ്പ് ഈസ് ഡിസീവ്ഡ് ബൈ മീ. എൻ്റെ ബിഷപ്പിനെ പോലും വഞ്ചിക്കാൻ എനിക്ക് പറ്റി. കാരണം ഐ ആം എംപ്റ്റിനെസ് ആൻഡ് പ്രൈഡ് ഇൻ ഹ്യൂമൻ ഫോം. ഞാനെന്ന് പറയണത് ശൂന്യതയും അഹങ്കാരവും കട്ടപിടിച്ച് കിടക്കുന്ന ഒരു ദൈവത്തിൻ്റെ സന്നിധിയിൽ കരിക്കട്ട പോലൊരു അസ്തിത്വമാണ് എൻ്റേത് എന്ന് പറഞ്ഞ് അദ്ദേഹം നിലവിളിക്കുകയാണ്. മനുഷ്യരിത് ആരും മനസ്സിലാക്കുന്നില്ലല്ലോ, എന്നെ എല്ലാവരും നല്ലവരായി കണക്കാക്കുന്നല്ലോ എന്ന് പറഞ്ഞ് അദ്ദേഹം തൻ്റെ ഇല്ലായ്മയെയും നിസ്സാരതയും ഓർത്ത് ദൈവസന്നിധിയിൽ ആത്മാർത്ഥമായി കരയുന്ന ഒരു രംഗം അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നാൽ ഞാൻ ഈ ദിവസങ്ങളിൽ കണ്ട ഒരു യാഥാർത്ഥ്യം, ഒരുപാട് ചെറുപ്പക്കാർ, ഒരുപാട് കുടുംബനാഥന്മാർ, ചില കുടുംബനാഥകളും ദൈവത്തോട് മല്ലടിക്കുക. അവർ പറയണെങ്ങനെയാണ്, ഞാൻ ഇത്രയും കാലം കർത്താവിൻ്റെ പള്ളിയിൽ പോയി, ഞാൻ ഇത്രയും കാലം പ്രാർത്ഥിച്ചിട്ട് കർത്താവ് എൻ്റെ പ്രാർത്ഥന കേൾക്കണില്ല, ഞാൻ ഇനി പ്രാർത്ഥിക്കുന്നില്ല എന്ന് പറഞ്ഞ് പ്രാർത്ഥന നിർത്തിയ നിരവധി ആളുകളെ ഈ ദിവസങ്ങളിൽ കാണാൻ ദൈവം ഇടവരുത്തി. എൻ്റെ ഹൃദയത്തിൻ്റെ വലിയൊരു വേദനയാണത്. എൻ്റെ ഹൃദയത്തിൽ ഈ ദിവസങ്ങളിൽ കർത്താവ് തന്നൊരു വേദനയാണ് ഇതിൻ്റെ ഇങ്ങനത്തുള്ള കാഴ്ചകൾ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ തുറന്ന് പറഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട്. പക്ഷേ ഞാൻ അതിനെക്കുറിച്ച് ദൈവസന്നിധി പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ്, ദൈവമായ കർത്താവിനെക്കുറിച്ചുള്ള ജ്ഞാനം, അറിവ് ലഭിക്കാത്തത് കൊണ്ട് കർത്താവിൻ്റെ മക്കൾ അന്ധകാരത്തിലിരിക്കുന്നു എന്നൊരു ബോധ്യമാണ് കർത്താവ് എനിക്ക് തന്നത്. അതുകൊണ്ട് ഇന്ന് ഈ അഭിഷേകാഗ്നിയിൽ നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം ജോബിൻ്റെ പുസ്തകം 15-ാം അധ്യായത്തിൽ 26-ാമത്തെ തിരുലിഖിതത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്. കനത്ത പരിചയമേന്തി ധിക്കാരപൂർവം അവിടുത്തെ നേരെ പാഞ്ഞു ചെല്ലുന്നു. കനത്ത പരിചയമേന്തി ധിക്കാരപൂർവം അവിടുത്തെ നേരെ പാഞ്ഞു ചെല്ലുന്നു. ആരാണ് കർത്താവിന് നേരെ പാഞ്ഞു ചെല്ലുന്നത്? പ്രിയപ്പെട്ട ദൈവമക്കളെ, അനേക തരത്തിലുള്ള ആളുകളുണ്ടെങ്കിലും ഞാൻ ഈ ദിവസങ്ങൾ കണ്ടുമുട്ടിയത്, ഒരു കാലത്ത് പള്ളിയിൽ പോയിക്കൊണ്ടിരുന്നു, ഒരു കാലത്ത് പ്രാർത്ഥിക്കുമായിരുന്നു, അല്ലെങ്കിൽ വീട്ടിലുള്ള കുറേ പേര് പ്രാർത്ഥിക്കും, എന്നാൽ വീട്ടിലെ ഒരാൾ പ്രാർത്ഥിക്കുകയില്ല. അയാൾ ദൈവത്തെക്കുറിച്ച് ദൂഷണം പറയുന്നു, അയാൾ ദൈവത്തെ വെല്ലുവിളിക്കുന്നു, അവർ ദൈവത്തെക്കുറിച്ച് പഴിക്കുന്നു, ദൈവത്തെ അവർ കുറ്റം പറയുന്നു, ദൂഷണം പറയുന്നു. ദൈവത്തെക്കുറിച്ച് ദൂഷണം പറഞ്ഞ്, ദൈവത്തെ പഴിച്ച്, ദൈവത്തെ കുറ്റം പറഞ്ഞ്, ദൈവത്തെ എതിർത്ത്, ദൈവത്തോട് മല്ലടിച്ച്, ധിക്കാരപൂർവ്വം സംസാരിച്ച്, കനത്ത പരിചയമേന്തി കർത്താവിന് നേരെ പാഞ്ഞു ചെല്ലുന്ന ചില കുടുംബാംഗങ്ങൾ പല കുടുംബങ്ങളിലുള്ളതായി ആ കുടുംബാംഗങ്ങൾ പറയുന്നു. ചിലർ നേരിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചു, എൻ്റെ പപ്പായെ എന്തിനാണ് ദൈവം എടുത്തത്? ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചു, എൻ്റെ മമ്മിക്ക് എന്തുകൊണ്ട് ദൈവം സൗഖ്യം കൊടുത്തില്ല? എൻ്റെ മമ്മി ഒത്തിരി പ്രാർത്ഥിക്കുന്ന മമ്മിയായിരുന്നു, എന്നിട്ടും ദൈവം സൗഖ്യപ്പെടുത്തിയില്ലല്ലോ, അതുകൊണ്ട് എൻ്റെ പ്രാർത്ഥന ഞാൻ നിർത്തി, 2 വർഷമായിട്ട് ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നില്ല.
പ്രിയപ്പെട്ട ദൈവമക്കളെ, ജോബിൻ്റെ പുസ്തകത്തിൽ 15-ാം അധ്യായം 25-ാം വാക്യത്തിലും ഇതിനെക്കുറിച്ചുള്ള ഒരു സൂചനയുണ്ട്. ജോബ് 15:25 അവിടെ ഇങ്ങനെ തന്നെയാണ് പറയണത്. എന്തെന്നാൽ അവൻ ദൈവത്തിനെതിരെ കൈ ഉയർത്തുകയും സർവശക്തനെ വെല്ലുവിളിക്കുകയും ചെയ്തിരിക്കുന്നു. ദൈവത്തെ ദുഷിക്കുന്നവർ, ദൈവത്തിനെതിരെ കൈ ഉയർത്തുന്നവർ, ദൈവത്തെ വെല്ലുവിളിക്കുന്നവർ, ദൈവത്തിനെതിരെ കനത്ത ധിക്കാരവുമായി കടന്നു ചെല്ലുന്നവർ, ധിക്കാരപൂർവ്വം സംസാരിക്കുന്നവർ, ദൂഷണം പറയുന്നവർ, ഇങ്ങനെ ഒരുപാട് തരത്തിലുള്ള അന്ധകാര ബന്ധനങ്ങളിൽ ബന്ധിക്കപ്പെട്ട് നിരവധി പേര് പ്രാർത്ഥനയിൽ നിന്ന് വീണു പോയതായി എൻ്റെ ശ്രദ്ധയിൽ ഈ ദിവസങ്ങളിൽ വരികയായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ട ദൈവങ്ങൾ, ആദ്യമായി തന്നെ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നൊരു കാര്യം, നമ്മൾ കുറച്ച് നാൾ പ്രാർത്ഥിച്ചു, അല്ലെങ്കിൽ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവം പ്രാർത്ഥന കേൾക്കുന്നില്ലെങ്കിൽ നമ്മൾ വിഷമിക്കരുത്. ദൈവം എപ്പോഴും നമ്മളെ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവം നമ്മളെ സ്നേഹിക്കാത്തത് കൊണ്ടല്ല നമ്മുടെ പ്രാർത്ഥന കേൾക്കാത്തത്. ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ 11-ാം അധ്യായത്തിൽ 24-ാം തിരുലിഖിതം ജ്ഞാനം 11:24 കർത്താവ് പറയാണ്, എല്ലാറ്റിനെയും അങ്ങ് സ്നേഹിക്കുന്നു, അങ്ങ് സൃഷ്ടിച്ച ഒന്നിനെയും അങ്ങ് ദ്വേഷിക്കുന്നില്ല. ദ്വേഷിച്ചിരുന്നെങ്കിൽ അവിടുന്ന് സൃഷ്ടിക്കുമായിരുന്നില്ല. ദൈവം നമ്മളെ വെറുക്കുന്നത് കൊണ്ടല്ല നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കപ്പെടാതെ പോകുന്നത്. ഒന്നാമത് നമ്മുടെ പ്രാർത്ഥന കേൾക്കപ്പെടുന്നില്ല എന്ന് നമ്മൾ ചിന്തിക്കരുത്. നമ്മളൊരു കാര്യം ദൈവത്തിന് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രാർത്ഥനയ്ക്ക് ഡെഫിനറ്റായിട്ട് ഉത്തരം വരും. പക്ഷേ സമയം ദൈവം നിശ്ചയിക്കുന്നതനുസരിച്ചാണ്. ദൈവത്തിൻ്റെ ചിന്തയും ദൈവത്തിൻ്റെ വഴികളും നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 55-ാം അധ്യായത്തിൽ 9-ഉം 10-ഉം വാക്യങ്ങൾ, ആകാശം ഭൂമിയേക്കാൾ ഉയർന്നു നിൽക്കുന്നു, അതുപോലെ എൻ്റെ വഴികളും എൻ്റെ ചിന്തകളും നിങ്ങളുടേതിനേക്കാൾ ഉന്നതമത്രേ. 9-ാമത്തെ വാക്യം, ആകാശം ഭൂമിയേക്കാൾ ഉയർന്നു നിൽക്കുന്നു, അതുപോലെ എൻ്റെ വഴികളും എൻ്റെ ചിന്തകളും നിങ്ങളുടേതിനേക്കാൾ ഉന്നതമത്രേ. ദൈവത്തിന് ദൈവത്തിൻ്റെതായ വഴികളുണ്ട്, ദൈവത്തിന് ദൈവത്തിൻ്റെതായ ചിന്തകളുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ചിന്തകളും ദൈവത്തിൻ്റെ ചിന്തകളും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ആകാശവും ഭൂമിയും തമ്മിലുള്ള വ്യത്യാസം പോലെയാണ്. അത്രമാത്രം അന്തരമുണ്ട്. അതുകൊണ്ട് ഞാനൊന്ന് ചിന്തിക്കുന്നു, ഞാൻ ചിന്തിക്കുന്ന വഴിയെ ദൈവം പ്രവർത്തിക്കുന്നില്ല, പിന്നെ പ്രാർത്ഥന നിർത്തുന്നു, ദൈവത്തോട് കോപിക്കുന്നു, ദൈവത്തെ വെല്ലുവിളിക്കുന്നു, ദൈവത്തെക്കുറിച്ച് ധിക്കാരപൂർവ്വം സംസാരിക്കുന്നു. ഇത് പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മുടെ വലിയ ദുരന്തമാണ്, നമ്മുടെ ജീവിതത്തിൻ്റെ വലിയ ദുരന്തമാണ്. നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ എന്തോ ആണ് എന്നുള്ളതാണ്. ജോബിൻ്റെ പുസ്തകത്തിൽ 22-ാം അധ്യായത്തിൽ 2-3 തിരുലിഖിതങ്ങൾ, ഞാൻ എന്തോ ആണെന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് നാൾ പ്രാർത്ഥിച്ചതുകൊണ്ട് എന്തോ അവകാശപ്പെട്ട ആൾ എന്തോ ഈ ഉത്തരത്തിൽ വെച്ചത് എടുക്കാൻ ചെല്ലുന്ന പോലെയാണ് പല ആളുകളുടെ സ്ഥിതി. എന്നിട്ട് ദൈവത്തോട് കോപിക്കുക. കർത്താവ് പറയുകയാണ് ജോബിൻ്റെ പുസ്തകത്തിൽ 22-ാം അധ്യായത്തിൽ 2-3 വാക്യങ്ങൾ, ഒരുവൻ ജ്ഞാനിയായതുകൊണ്ട് പ്രയോജനം അവന് തന്നെ, നീ നീതിമാനായിരിക്കുന്നത് കൊണ്ട് സർവശക്തന് എന്തെങ്കിലും നേട്ടമുണ്ടോ? നിന്റെ മാർഗം കുറ്റമറ്റതെങ്കിൽ അവിടത്തേക്ക് എന്തെങ്കിലും ലാഭമുണ്ടോ? നിന്നെക്കൊണ്ട് ആണോ അവിടുന്ന് സ്വർഗത്തിൽ ഉപജീവനം കഴിയുന്നത് എന്നാണ് കർത്താവ് ചോദിക്കുന്നത്. അതുകൊണ്ട് നീ അങ്ങോട്ട് പ്രാർത്ഥന നിർത്തി എന്ന് വിചാരിച്ച് ദൈവത്തിന് എന്തെങ്കിലും കോട്ടം സംഭവിക്കുമെന്ന് വിചാരിച്ച് നീ കർത്താവിൻ്റെ മുമ്പിൽ നീ കർത്താവിനോട് വെല്ലുവിളിക്കാൻ വേണ്ടി നിൽക്കരുത് എന്ന് ദൈവത്തിൻ്റെ വചനം നമുക്ക് മുന്നറിയിപ്പ് തരികയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം CCC അത് 2737 ഇതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നൊരു ഭാഗമുണ്ട്. സഭ അനേക വചനങ്ങളെടുത്ത് മനനം ചെയ്ത് തൻ്റെ മക്കൾക്ക് സഭ കൊടുക്കുന്നൊരു ഒരു ഉപദേശമാണ് CCC 2737. ദൈവത്തോട് നിങ്ങൾ യാചിക്കുന്നത് ഉടനെ ലഭിക്കാത്തതിനെ പറ്റി അസ്വസ്ഥരാകരുത്. എന്തെന്നാൽ നിങ്ങൾ പ്രാർത്ഥനയിൽ ഉറച്ചു നിൽക്കുന്നിടത്തോളം കാലം അതിനേക്കാൾ വലിയ കാര്യം നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നു. നമ്മുടെ ആഗ്രഹം പ്രാർത്ഥനകളിൽ പ്രകടിപ്പിക്കണമെന്നും അവിടുന്ന് നമുക്ക് നൽകാൻ ഒരുക്കിയിരിക്കുന്നത് സ്വീകരിക്കാൻ നാം സന്നദ്ധരാകണമെന്നും കാത്തിരിക്കണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു. അപ്പം അതുകൊണ്ട് പ്രാർത്ഥിച്ച് ഉടനെ കിട്ടിയില്ലെന്ന് വിചാരിച്ച് എന്ത് ചെയ്യരുത്? നാം അസ്വസ്ഥരാകരുത്, നാം പ്രാർത്ഥന നിർത്തരുത്, നാം ദൈവത്തെ സംശയിക്കരുത്, നാം ദൈവത്തെ പഴിക്കരുത്, നാം ദൈവത്തിന് നേരെ കനത്ത പരിചയമേന്തി ധിക്കാരപൂർവ്വം പാഞ്ഞു ചെല്ലുന്നവരെ പോലെ നാം ആയി തീരരുത് എന്ന് കർത്താവ് ആഗ്രഹിക്കുകയാണ്. അല്ല, നമുക്ക് കർത്താവിന് മുമ്പിൽ ഇങ്ങനെ അവകാശപ്പെടാൻ എന്താണുള്ളത്? നമ്മുടെ സ്ഥിതിയെക്കുറിച്ച് നമ്മളൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. ജോബിൻ്റെ പുസ്തകത്തിൽ 25-ാമത്തെ അധ്യായത്തിൽ 5-6 വാക്യങ്ങൾ,
ഇതാ അവിടുത്തെ ദൃഷ്ടിയിൽ ചന്ദ്രന് പ്രകാശമില്ല എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ കല്ല് പോലെയായി, ചന്ദ്രൻ മരകഷ്ണം പോലെ. ഇതാ അവിടുത്തെ ദൃഷ്ടിയിൽ ചന്ദ്രന് പ്രകാശമില്ല, നക്ഷത്രങ്ങൾ നിർമ്മലമല്ലല്ലോ. അപ്പോൾ കൃമിയായ മനുഷ്യൻ്റെ, പുഴുവായ മനുഷ്യപുത്രൻ്റെ സ്ഥിതി എന്ത്? വേറൊരു വാക്കി പറഞ്ഞാൽ പ്രിയപ്പെട്ട സഹോദരൻ, ദൈവത്തിൻ്റെ മഹാപരിശുദ്ധി, ദൈവത്തിൻ്റെ മഹാമഹിമയുടെ മുമ്പിൽ സൃഷ്ടികളായി വസ്തുക്കൾ, സൂര്യനൊക്കെ കരിക്കട്ട പോലെ. നമ്മൾ വിചാരിക്കും ഭൂമിയിൽ ഏറ്റവും ഉള്ള പ്രകാശമുള്ളതാണ് സൂര്യൻ. ആ സൂര്യൻ പോലും കർത്താവിൻ്റെ പ്രകാശത്തിന് മുമ്പിലേക്ക് വരുമ്പോൾ കരിക്കട്ട പോലെ, ചന്ദ്രൻ വെറും കല്ലും കഷ്ണം പോലെ, ഒരു മരക്കഷ്ണം പോലെ. അതുപോലെയുള്ള ദൈവത്തിന് മുമ്പിൽ, ആ ദൈവത്തിൻ്റെ പ്രകാശത്തിന് മുമ്പിൽ ഈ സൃഷ്ടികളുടെ എല്ലാ പ്രഭ, ഏറ്റവും പ്രഭ കൂടിയ സൂര്യൻ്റെ സ്ഥിതിയാണ് ഈ പറയുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നിട്ട് പറയും അങ്ങനെയെങ്കിൽ കൃമിയായ മനുഷ്യൻ്റെ സ്ഥിതി എന്ത്? പുഴുവായ മനുഷ്യപുത്രൻ്റെ അവസ്ഥ എന്ത്? നമ്മൾക്ക് എന്താണ് ഇത്രമാത്രം അഹങ്കരിക്കാനുള്ളത്? കർത്താവ് ചോദിക്കുകയാണ്. അതുകൊണ്ട് സങ്കീർത്തനം 75:5 പറയുകയാണ്, ആകാശത്തിനെതിരെ നീ കൊമ്പുയർത്തരുത്, ഗർവോടെ സംസാരിക്കുകയും അരുത്. ആകാശത്തിനെതിരെ നീ കൊമ്പുയർത്തരുത്, ഗർവോടെ സംസാരിക്കുകയും അരുത്. ഇത് കർത്താവ് ഓരോ ആത്മാവിൽ നിന്ന് ആവശ്യപ്പെടുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ എൻ്റെ കർത്താവിനോടൊരു കാര്യം പ്രാർത്ഥിച്ചു. ഞാൻ പ്രാർത്ഥിച്ചത്, ഞാൻ ഒരു ഇടവക വികാരിയായിരുന്നു, വൈദികനായിരുന്നു. പക്ഷേ പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങളൊന്നുമില്ല. അപ്പോൾ എനിക്ക് പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങൾ വേണം, എനിക്ക് കൃപാവരങ്ങൾ വേണം, ശുശ്രൂഷാവരങ്ങൾ വേണം. പക്ഷെ എത്ര പ്രാർത്ഥിച്ചിട്ടും കിട്ടുന്നില്ല. ഒരു പ്രാർത്ഥനാവരം പോലും, ഒരു സ്തുതിപ്പിൻ്റെ വരം പോലും കിട്ടുന്നില്ല, ഒരു ഭാഷാവരം കിട്ടുന്നില്ല. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ച് ഒരു 10 ദിവസം നീണ്ടു നിൽക്കുന്നൊരു ധ്യാനത്തിന് പോയി, കരിസ്മാറ്റിക് ധ്യാനത്തിന്. എന്നിട്ടും ഒന്നും കിട്ടുന്നില്ല. 10 ദിവസത്തെ ധ്യാനത്തിൻ്റെ സമാപനത്തിൽ ഏറ്റവും അവസാനം ഒരു സന്ദേശം. അപ്പോൾ ആ ധ്യാനത്തിൽ ഞാൻ എപ്പോഴും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് മാത്രം ഒന്നും കിട്ടും. 200 പേരാണ് ആ ധ്യാനത്തിൽ, ബാക്കി എല്ലാവർക്കും നന്നായിട്ട് ലഭിക്കുന്നതായിട്ട് അവർ രേഖപ്പെടുത്തുന്നുണ്ട്, എനിക്ക് മാത്രം ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ കർത്താവിനോട് അവസാനം മനസ്സുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, കർത്താവേ, ഇവിടെയുള്ള എല്ലാ 199 പേർക്കും സാക്ഷ്യപ്പെടുത്താൻ പ്രകടമായ സൗഖ്യങ്ങളും അത്ഭുതങ്ങളും അങ്ങ് വർഷിച്ചിട്ടുണ്ട്, എനിക്കൊന്നും കിട്ടിയിട്ടില്ല, ഞാൻ വന്നത് വെറുതെ ആയിപ്പോയോ? അപ്പോൾ സ്റ്റേജിൽ നിന്ന് ഒരു മെസ്സേജ് ഒരു വ്യക്തി വിളിച്ച് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞിങ്ങനെയാണ്, ഇവിടെ ഞാൻ വന്നത് വെറുതെ ആയോ, എനിക്കൊന്നും കിട്ടിയില്ലല്ലോ എന്ന് ഹൃദയത്തിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തിയോട് കർത്താവ് പറയുന്നു, എൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കുക. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ആ 10 ദിവസത്തെ ധ്യാനത്തിൽ കൂടിയിട്ട് എനിക്ക് ആകെ കിട്ടിയ ഒരു അനുഭവം അതാണ്. ഞാൻ തിരിച്ചു വന്നു, ഞാനത് ഐ ആം സോ ഹാപ്പി, ഞാനതിൽ അത്രയും മതി. ഞാൻ പറഞ്ഞു, എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടിട്ടുണ്ട്, ദൈവം എന്നെ അനുഗ്രഹിച്ചോളും. ഞാൻ തിരിച്ചിടവകയിൽ വന്നു. ഇത് 1996 കാലഘട്ടത്തിലെ സംഭവമാണ്. പിന്നീട് ഞാൻ എൻ്റെ ഇടവക വികാരിയായിട്ട് കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരുന്നു. എനിക്ക് അറിഞ്ഞുകൂടാ, പതുക്കെ അന്ന് ഞാൻ കരിസ്മാറ്റിക്കും അല്ല, സ്തുതിപ്പുമില്ല, ഹല്ലേലൂയ എന്ന് പോലും പറയാൻ അറിയാത്ത ഒരു സാധാരണ ഒരു അവസ്ഥയായിരുന്നു. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിന്നീട് എത്രയോ വർഷങ്ങൾ, 5 വർഷം കഴിഞ്ഞ്, 10 വർഷം കഴിഞ്ഞ്, 15 വർഷം, പിന്നീട് ഞാൻ പോലും അറിയാതെ ദൈവത്തിൻ്റെ അന്ന് അവിടെ ഞാൻ പ്രാർത്ഥിച്ച കാര്യങ്ങളെല്ലാം, കൃപാവരങ്ങളുടെ കാര്യത്തിലും, പ്രാർത്ഥനയുടെ കാര്യത്തിലും, ശുശ്രൂഷാഭിഷേകങ്ങളുടെ കാര്യത്തിലും, ഭാഷാവരത്തിൻ്റെ കാര്യത്തിലും, സ്തുതിപ്പിൻ്റെ വരം കിട്ടുന്ന കാര്യത്തിലെല്ലാം ദൈവം അത്ഭുതകരമായി പ്രവർത്തിക്കുകയാണ്. എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് അതെല്ലാം യാഥാർത്ഥ്യമാണത്. ചില കാര്യങ്ങൾ ഞാൻ പ്രാർത്ഥിച്ചത് 15 വർഷം കഴിഞ്ഞിട്ടാണ് കിട്ടുന്നത്, ചില കാര്യങ്ങൾ ഞാൻ പ്രാർത്ഥിച്ചത് 20 വർഷം കഴിഞ്ഞിട്ടാണ്, ചില കാര്യങ്ങൾ പ്രാർത്ഥിച്ചിട്ട് 25 വർഷം കഴിഞ്ഞിട്ടാണ്. എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ഓരോ കാര്യം. അത് കർത്താവിൻ്റെ സമയത്ത് പൂർത്തിയാക്കും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളിങ്ങനെ ഒരു ആത്മീയ രംഗത്തേക്ക് വരുമ്പോൾ ഒരു കാര്യം പ്രാർത്ഥിച്ച് കിട്ടിയില്ലെന്ന് വിചാരിച്ച് വിഷമിക്കരുത്. മാത്രമല്ല, നമ്മൾ ദൈവത്തിൻ്റെ ശക്തി സംശയിക്കരുത്. ദൈവത്തിന് ഏത് കാര്യം ഒറ്റ സെക്കൻഡ് കൊണ്ട് വേണമെങ്കിൽ നടപ്പാക്കാൻ പറ്റും. പക്ഷെ അങ്ങനെ തന്നാൽ നമ്മൾ തകർന്നു പോകും. അങ്ങനെ തന്നാൽ നമ്മുടെ ആത്മാവ് അഹങ്കാരം കൊണ്ട് നിറഞ്ഞ്, ആത്മീയ അഹങ്കാരം കൊണ്ട് നിറഞ്ഞ് നിത്യനാശത്തിലേക്ക് ദൈവത്തിനത് അറിയാം. അതുകൊണ്ട് നമ്മുടെ ആത്മാവിൻ്റെ നിത്യരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടി നമ്മുടെ ഓരോ പ്രാർത്ഥനകൾക്കും ദൈവത്തിൻ്റെ സമയത്ത് നമ്മൾ സ്വീകരിക്കാൻ സജ്ജരാകുന്നതിനനുസരിച്ചാണ് ദൈവം നമ്മുടെ കുടുംബത്തിലേക്ക്, നമ്മുടെ ജീവിതങ്ങളിലേക്ക് ദൈവം നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരമായി അത്ഭുതങ്ങൾ വർഷിക്കുന്നത്. ഫൗസ്റ്റീന ഡയറിയിൽ 1153 പാരഗ്രാഫ്, അവിടെ ഒരു ദിവസം ഈശോ വിശുദ്ധ ഫൗസ്റ്റീന പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈശോ ഫൗസ്റ്റീന പുണ്യവതി അടുത്തേക്ക് ചെന്നു. എന്നിട്ട് പറഞ്ഞെങ്ങനെയാണ്, ഒരൊറ്റ നിമിഷം കൊണ്ട് നിനക്ക് എല്ലാം ചെയ്തു തരാൻ എനിക്ക് സാധ്യമാകും എന്ന് നീ മനസ്സിലാക്കുക. ഒരു നിയമവും
എനിക്ക് തടസ്സമല്ല, എന്നെ തടസ്സപ്പെടുത്തുന്നില്ല. രാജ്യത്തിൻ്റെ നിയമങ്ങളോ പ്രപഞ്ചത്തിൻ്റെ നിയമങ്ങളോ കോൺവെൻറ്റിൻ്റെ നിയമങ്ങളോ സഭയുടെ നിയമങ്ങളോ ഒരു നിയമവും എന്നെ തടസ്സപ്പെടുത്തുന്നില്ല. ഒരൊറ്റ നിമിഷം കൊണ്ട് എല്ലാം നിനക്ക് ചെയ്തു തരാൻ എനിക്ക് കഴിയുമെന്ന് നീ മനസ്സിലാക്കണമെന്ന് കർത്താവ് വിശുദ്ധ ഫൗസ്റ്റീനോട് പറയുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഭാഗത്തുനിന്ന് ദൈവം ആഗ്രഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം, നാം ദൈവത്തിൻ്റെ മഹാമഹിമയെ അറിയണം, ദൈവത്തിൻ്റെ സർവാതിശയായ ശക്തിയെ അറിയണം, ദൈവത്തെ അംഗീകരിക്കണം, ദൈവത്തെ നന്നായിട്ട് നമ്മൾ അംഗീകരിക്കണം. 1 സാമുവേൽ 2-ാം അധ്യായത്തിൽ 5-ാമത്തെ തിരുലിഖിതം അവിടെ വായിക്കുന്നത്, സുഭിക്ഷം അനുഭവിച്ചിരുന്നവർ ആഹാരത്തിനായി കൂലിപ്പണി ചെയ്യുന്നു, വിശപ്പ് അനുഭവിച്ചിരുന്നവർ സംതൃപ്തി അടയുന്നു, വന്ധ്യ 7 പ്രസവിക്കുന്നു, സന്താന സമ്പത്തുള്ളവൾ നിരാലംബയാകുന്നു. വേറൊരു വാക്യം പറഞ്ഞാൽ ദൈവം ഏതൊരവസ്ഥയിലുള്ളവരെ ഒരൊറ്റ ക്ഷണം കൊണ്ട് ഉയർത്താൻ പറ്റും. വന്ധ്യ 7 പ്രസവിക്കുന്നു, സന്താനപുഷ്ടി ഉണ്ടായിരുന്നവർ പുത്ര നഷ്ടം അനുഭവിക്കുന്നു, ഒന്നുമില്ല, നിരാലംബയായി മാറുന്നു. എല്ലാം ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ദൈവത്തിൻ്റെ അരികിലിരിക്കുമ്പോൾ നമ്മൾ ഗർവോടെ സംസാരിക്കരുത്. ഇത് ഇന്ന് എല്ലാവരുടെ ഹൃദയത്തിൽ അങ്ങോട്ട് അണ്ടർലൈൻ ചെയ്ത് അങ്ങോട്ട് നമ്മൾ മനസ്സിലാക്കണം. അതാണ് 1 സാമുവേൽ 2-ാം അധ്യായത്തിൽ 3-ാമത്തെ തിരുലിഖിതം 1 സാമുവേൽ 2:3. അഹന്തയോടെ മേലിൽ സംസാരിക്കരുത്, നിന്റെ നാവിൽ നിന്ന് ഗർവ് പുറപ്പെടാതിരിക്കട്ടെ, കാരണം കർത്താവ് സർവജ്ഞനായ ദൈവമാണ്, പ്രവൃത്തികളെ വിലയിരുത്തുന്നത് അവിടുന്നാണ്. നമ്മുടെ ഓരോ വാക്കും ഓരോ പ്രവൃത്തിയും അത് കഴിഞ്ഞാൽ, നമ്മൾ ഉച്ചരിച്ച് കഴിഞ്ഞാൽ, ചിന്തിച്ചു കഴിഞ്ഞാൽ അത് നിത്യമാണ്, അത് മാഞ്ഞു പോകുന്നില്ല. ഗർവോടെ മേലിൽ കർത്താവിനെതിരെ നമുക്ക് സംസാരിക്കാതിരിക്കാം. നമുക്ക് ജോബ് നല്ലൊരു മാതൃക തരുന്നുണ്ട്. അതാണ് ജോബിൻ്റെ പുസ്തകം 1-ാം അധ്യായം 21-22 വാക്യങ്ങൾ. ജോബിൻ്റെ പുസ്തകം 1-ാം അധ്യായം 21-22 വാക്യങ്ങൾ. പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെയും മുമ്പിൽ ജോബ് ഒരു മാതൃകയായിരിക്കട്ടെ. ജോബ് എല്ലാം നഷ്ടപ്പെട്ടു, ശരീരം വ്രണം പിടിച്ചു, എല്ലാ കുട്ടികളെല്ലാം മരിച്ചു, സമ്പത്തെല്ലാം നഷ്ടപ്പെട്ടു, ഭാര്യ പോലും അറപ്പ് കാണിക്കുന്നു. അങ്ങനെ ലോകത്തിലെല്ലാം നഷ്ടപ്പെട്ടവനായി. ദൈവം പ്രാർത്ഥന കേൾക്കുന്നില്ല, എത്ര പ്രാർത്ഥന കേൾക്കുന്നില്ല. ജോബ് നീതിമാനാണ്, നിഷ്കളങ്കനായി, ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്നിട്ടും ജോബ് സർവാംഗം രോഗബാധിതനായി, സർവ്വതും നഷ്ടപ്പെട്ട് ഒരൊറ്റ മനുഷ്യൻ പോലും ഇല്ലാതെ അങ്ങനെ എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട് ദൈവം പോലും ഇല്ലാത്ത അവസ്ഥയിൽ ഇരിക്കുമ്പം ജോബിൻ്റെ ഭാര്യ പറയാണ്, നീ ദൈവത്തെ ശപിച്ചിട്ട് പോയി മരിക്കുക. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നെ പ്രാർത്ഥിക്കുന്നവർക്കും വിശ്വാസമുള്ളവർക്കും വരുന്ന വലിയൊരു പ്രലോഭനമാണ് ദൈവത്തെ ദുഷിക്കാനുള്ള പ്രലോഭനം, ദൈവത്തെ ചോദ്യം ചെയ്യാനുള്ള പ്രലോഭനം, ദൈവത്തെ ശപിക്കാനുള്ള പ്രലോഭനം. എന്നാൽ ജോബ് പറയുകയാണ്, ജോബ് സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. അവൻ പറഞ്ഞു, അമ്മയുടെ ഉദരത്തിൽ നഗ്നനായി ഞാൻ വന്നു, നഗ്നനായി തന്നെ ഞാൻ പിൻവാങ്ങും. കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവിൻ്റെ തിരുനാമം മഹത്വപ്പെടട്ടെ. ഇതുകൊണ്ടൊന്നും ജോബ് പാപം ചെയ്യുകയോ ദൈവത്തെ പഴിക്കുകയോ ചെയ്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ കർത്താവിൻ്റെ സന്നിധിയിൽ പക്വതയോടെ പ്രാർത്ഥനാ ജീവിതത്തിൽ അടിക്കടി വളരാൻ, ദൈവത്തിൽ ആശ്രയിച്ച് നിൽക്കാൻ കൃപയ്ക്ക് വേണ്ടി നമുക്ക് അപേക്ഷിക്കാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവമായ കർത്താവിൻ്റെ സന്നിധി എളിമയോടെ മുട്ടുമേൽ നിന്ന് 2 കരങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തി, ദൈവമേ, എൻ്റെ പാപം, എൻ്റെ രോഗം, എൻ്റെ അഹങ്കാരം, ദൈവത്തോട് മാത്സര്യം, വിധേയത്വമില്ലായ്മ, കർത്താവേ, ധാർഷ്ട്യം, എല്ലാ അവസ്ഥകളും സമർപ്പിക്കുന്ന സ്തുതിക്കാം. രോഗവും അശുദ്ധിയെല്ലാം ദൈവത്തിൻ്റെ ആത്മാവെടുത്തു മാറ്റി. പാപവും രോഗവും അശുദ്ധിയെല്ലാം ദൈവത്തിൻ്റെ ആത്മാവെടുത്തു മാറ്റി. നിരാശയും തകർച്ചയും കുറ്റബോധവും ചാബല്യവും അവിടുന്ന് നീക്കിയല്ലോ. നിരാശയും തകർച്ചയും കുറ്റബോധവും ചാബല്യവും അവിടുന്ന് നീക്കിയല്ലോ. നിറയണമേ, നിറയണമേ പരിശുദ്ധാത്മാവേ, നിറയണമേ, നിറയണമേ, നിറയണമേ പരിശുദ്ധാത്മാവേ, നിറയണമേ.
രണ്ട് കരങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തി എത്ര ഉച്ചത്തിൽ യേശുവിനെ വിളിക്കാമോ അത്ര ഉച്ചത്തിൽ ഈ സമയം ഈശോയെ വിളിക്കുകയാണ്. എനിക്ക് വേണ്ടി എൻ്റെ പാപങ്ങൾ വഹിച്ച് കുരിശിലേക്ക് കയറി എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ച എൻ്റെ രക്ഷകനായ യേശുവേ, അങ്ങനെ കുരിശ് മരണത്തിൻ്റെ അനന്ത യോഗ്യതയാൽ എൻ്റെ അഹങ്കാരം മാറട്ടെ, എൻ്റെ നിരാശ മാറട്ടെ, എൻ്റെ ഇച്ഛാഭംഗം മാറട്ടെ, എൻ്റെ അവിശ്വാസം മാറട്ടെ, എൻ്റെ തിരിച്ചറിഞ്ഞെന്ന് മാറട്ടെ, ദൈവത്തിൻ്റെ അത്ഭുതം നടക്കട്ടെ. രണ്ട് കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ വിളിക്കുന്നു, യേശുവേ. ക്രൂശിക്കപ്പെട്ട യേശുവേ, യേശുവേ